സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. സിയോൺ ക്ലാസിക്സിന്റെ ബാനറിൽ ഒരു ഹിറ്റ് ഗാനം കൂടി. ക്രൈസ്തവ സന്യാസികൾ കൊല്ലപ്പെട്ടു. കേരളത്തിലെ പ്രമുഖ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം നിർമ്മാണ കമ്പനിയായ സിയോൺ ക്ലാസിക്സിന്റെ ബാനറിൽ ഒരു ഹിറ്റ് ഗാനം കൂടി. ക്രിസ്തീയ ഗാനങ്ങൾക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച് സംഗീതം ജീവിതമാക്കി മാറ്റിയ സിയോൺ ക്ലാസിക്സ് എന്ന ആൽബം നിർമ്മാണ കമ്പനി ഉടമയായ ജിനോ കുന്നുംപുറത്താണ് ഈ മനോഹര ഗാനത്തിന്റെ നിർമ്മാതാവ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ ഏറെ പ്രശസ്തിയായ മേഘനക്കുട്ടിയാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ഗാനരംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിലാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ ഗാനങ്ങളുടെ ഈണമായി മാറിയ KG പീറ്ററാണ് ഹൃദയഹാരിയായ ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്. അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് എന്ന ഈ ഗാനം ഇറങ്ങി നാളുകൾക്കുള്ളിൽ തന്നെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു. നോമ്പിന്റെ പുണ്യം നിറഞ്ഞ ഈ നാളുകളിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് ഈ ഗാനം സ്വീകരിച്ചത്. അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ലോകമെമ്പാടും സിയോൺ ക്ലാസിക്സിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എത്യോപ്യയിൽ 4 ക്രൈസ്തവ സന്യാസികൾ കൊല്ലപ്പെട്ടു. അംബാബ. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ 12ാം നൂറ്റാണ്ട് മുതൽ ചരിത്രമുള്ള സന്യാസാശ്രമത്തിൽ 4 ക്രൈസ്തവ സന്യാസികൾ കൊല്ലപ്പെട്ടു. എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹിദോ സഭയാണ് ഈ വിവരം പുറത്തുവിട്ടത്. പരിക്കേറ്റ ഒരു സന്യാസി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഓർത്തഡോക്സ് സഭയിൽ ഏറെ ആദരിക്കപ്പെടുന്ന വിശുദ്ധ അബൂനെ ജീബ്രെ മെൻഫസ് കിഡൂസുമായി ബന്ധമുള്ളതാണ് ഈ സന്യാസാശ്രമം. തീവ്ര ദേശീയവാദികളായ ഒറോമോ വിഭാഗക്കാരാണ് ആക്രമണം നടത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒറോമോ ലിബറേഷൻ ആർമി എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർക്ക് സർക്കാർ പിന്തുണയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിനു മുൻപും നിരവധി തവണ തീവ്ര വിഭാഗക്കാർ ആശ്രമത്തിൽ കൊള്ള നടത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച സന്യാസികളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി ബുധനാഴ്ചയാണ് കൊല ചെയ്തതെന്ന് ആശ്രമത്തിൽ കഴിയുന്ന സന്യാസിയെ ഉദ്ധരിച്ചുകൊണ്ട് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. ആശ്രയത്തിനും ആശ്രമത്തിൽ കഴിയുന്നവർക്കും സുരക്ഷ നൽകണമെന്ന് സർക്കാരിനോടും പ്രാദേശിക സുരക്ഷാ വിഭാഗം അധികൃതരോടും ഓർത്തഡോക്സ് സഭ അഭ്യർത്ഥിച്ചു. എന്നാൽ സർക്കാർ ഇതുവരെ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. രാജ്യത്തെ ക്രൈസ്തവർ സർക്കാരിൽ നിന്നും സായുധ സംഘടനകളിൽ നിന്നും ഏറെക്കാലമായി ആക്രമണം നേരിടുന്നുണ്ട്. 2018 ഏപ്രിൽ മാസം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അബി അഹമ്മദ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നിരവധി വിശ്വാസികൾ കൊല്ലപ്പെടുകയും ആരാധനാലയങ്ങൾ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തിരുന്നു. സർക്കാർ സൈന്യവും ടിഗ്രേയൻ പോരാളികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രമായ ടിഗ്രേ പ്രവിശ്യയിൽ നിരവധി വൈദികരും മിഷണറിമാരും അകാരണമായി തടങ്കലിലാക്കപ്പെടാറുണ്ടെന്നും വസ്തുതയാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.